ഹായ് ഓൾ. നിങ്ങളുടെ കറൻറ്റ് ഇൻകം ടാക്സ് ഇയറിൽ നിങ്ങൾക്ക് 2-3 വർഷത്തെ സാലറി അരിയർ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ ടാക്സ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. സോ ഈ ടാക്സ് എങ്ങനെ റിലീഫ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് റെഡ്യൂസ് ചെയ്തെടുക്കാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ടാക്സ് റിലീഫും ഫോം 10E കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 89 സെക്ഷൻ നിങ്ങൾക്ക് കറൻറ്റ് ഇയർ സാലറി അരിയർ ഉണ്ടെങ്കിൽ കറൻറ്റ് ഇയറിൽ സാലറി അരിയർ ഉൾപ്പെടുത്താതെ അത് ആക്ച്വൽ ഏത് ഇയറിലെ സാലറിയാണോ ആ വർഷത്തേക്ക് അതിന് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ടാക്സ് റിലീഫ് ചെയ്യുന്നത്. സോ ടാക്സ് റിലീഫ് ചെയ്യുന്നതിന് വേണ്ടി മെയിനായിട്ട് നിങ്ങൾ 3 കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ആ വർഷത്തെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകണം. അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അൽ റഹ്മാൻ അതുപോലെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആൻറ്റിസിപ്പേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ദ ആക്ച്വൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമതായി നിങ്ങളുടെ കയ്യിൽ സാലറി അരിയർ ഡ്രോ ചെയ്തെടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ്, കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ 2 വർഷത്തെ അരിയർ ആണെങ്കിൽ 2 വർഷത്തെയും സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവണം. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേ ഫിക്സേഷൻ സോഫ്റ്റ്വെയർ വഴി നിങ്ങളുടെ കംപ്ലീറ്റ് സാലറി അരിയേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. മൂന്നാമതായിട്ട് ഈ 2 ഡീറ്റെയിൽസിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ കറൻറ്റ് ഇയറിൽ സാലറി റിലീഫ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഒരു റിലീഫ് കാൽക്കുലേറ്റർ. ഞാനിവിടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാനും അതുപോലെ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അൽ റഹ്മാൻ്റെ സോഫ്റ്റ്വെയർ ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സാലറി അരിയൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ജിഗി വർഗീസ് എന്നുള്ള ആളുടെ ഒരു സോഫ്റ്റ്വെയർ എടുത്തു. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് HSS ലൈവ് എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ HSS ലൈവിൽ നിങ്ങൾ റിവിഷൻ പേ കാൽക്കുലേറ്റർ എന്ന സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജിഗി വർഗീസിൻ്റെ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി ഈ 3 സോഫ്റ്റ്വെയർസും ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യമായി നിങ്ങളുടെ ആൻറ്റിസിപ്പേറ്ററി അല്ലെങ്കിൽ ആക്ച്വൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഡക്ഷൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് റിലീഫ്, എത്ര റിലീഫ് നിങ്ങളുടെ ആ കറൻറ്റ് ഇയറിൽ കിട്ടും എന്നാണ് ചോദിക്കുന്നത്. സോ ഈ റിലീഫ് എമൗണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ടാമത് കാണുന്ന പേ ഫിക്സേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. സോ പേ ഫിക്സേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ പോയിട്ട് ഇവിടെ അരിയർ ഡീറ്റെയിൽസ് എടുക്കാം. സോ ഇവിടെ ഒരു 2 സെക്ഷൻ ഉണ്ടാവും. റിവൈസ്ഡ് സ്കെയിൽ ഓഫ് പേയും അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് പ്രീ റിവൈസ്ഡ് സ്കെയിൽ ഓഫ് പേയും. സോ ഓരോ മാസത്തെയും പ്രീവിയസ് ഇയേഴ്സിലുള്ള ഓരോ മാസത്തെയും സാലറി അരിയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ ടോട്ടലിൽ നിന്നും ഓരോ മാസത്തെയും പുതിയ സ്കെയിലുള്ള ടോട്ടൽ എമൗണ്ട് മൈനസ് പഴയ സ്കെയിലുള്ള ടോട്ടൽ എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസത്തെയും അരിയർ എമൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, സോ ടോട്ടൽ അരിയർ ഫോർ എക്സാമ്പിൾ ഇവിടെ 1,70,00,000 സംതിങ് ആണ്. സോ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ടോട്ടൽ ടാക്സ് ഇൻകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഒരു കേസിൽ 6,53,000 സംതിങ് ആണ്. ഓക്കെ, ഡിഡക്ഷനും കഴിഞ്ഞിട്ടുള്ള ടാക്സബിൾ ഇൻകമാണ് 6,53,000 സംതിങ്. ആക്ച്വലി
ഇത് ടാക്സബിൾ ഇൻകം ആണ്, ടാക്സബിൾ ആണ്. ഇവിടെ ടാക്സബിൾ ആവാൻ കാരണം നേരത്തെ പറഞ്ഞ സാലറി അരിയർ, അതായത് 1,70,000 സംതിങ് ഈ കറൻറ്റ് ഇയറിൽ ആഡ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരാൻ കാരണം. സോ ഈ ഹ്യൂജ് എമൗണ്ടിൽ നിന്നും ടാക്സ് റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടുത്തെ ടാക്സ് എന്ന് പറയുന്നത് 44,000 സംതിങ് ആണ്. സോ ആക്ച്വലി ഇയാൾ ടാക്സ് പേയബിൾ അല്ല. ഇവിടെ സാലറി അരിയർ വന്നതുകൊണ്ടാണ് ടാക്സ് 44,000 സംതിങ് വന്നത്. സോ ഈ 4,000 സംതിങ് റിലീഫ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഇത്രയും എമൗണ്ട് റിലീഫ് ചെയ്യുന്നതുകൊണ്ടാണ് ആക്ച്വലി ഇയാൾക്ക് എന്ത് ടാക്സബിൾ എമൗണ്ട്, ടാക്സ് 0 ആയിട്ട് വരുന്നത്. സോ റിലീഫ് കാൽക്കുലേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അബ്ദുൽ റഹ്മാൻ്റെ റിലീഫ് കാൽക്കുലേറ്ററാണ്. ആദ്യമായി ഇതിലേക്ക് ഡാറ്റ എൻട്രി ചെയ്യുക. ഓക്കെ, നേരത്തെ പേ ഫിക്സേഷൻ സോഫ്റ്റ്വെയറിൽ നിന്നും സാലറി അരിയർ ഡ്രോയിങ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഓരോ മാസത്തെയും പലിശ ഇല്ലാത്ത എമൗണ്ട്, ഇൻട്രസ്റ്റ് ഇല്ലാത്ത എമൗണ്ട്, അരിയർ എമൗണ്ട് ഓരോ മാസത്തെയും ഇതിപ്പോൾ 2019 2019 ജൂലൈയിലാണ് 1/1 ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതിനുശേഷം 2020 ഓക്കെ, സോ ഇവിടെ കാണാൻ വേണ്ടി പറ്റും 2,11,000 സംതിങ്, അത്രയും എമൗണ്ടാണ് സാലറി അരിയറിനകത്ത് വന്നത്. അതായത് നേരത്തെ 1,70,000 സംതിങ് എന്നാണ് പറഞ്ഞത്, അതിൻ്റെ കൂടെ മറ്റ് മുൻപ് കിട്ടാനുള്ള ക്യാഷ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് 2,11,000. അതായത് 2019 57,020 രൂപയും 2020 1,54,219 രൂപയും സാലറി അരിയറാണ്. ആ രണ്ട് ക്യുമുലേറ്റീവ് എമൗണ്ടും 2021 കിട്ടുന്നത് കൊണ്ടാണ്, റിസീവ് ചെയ്യുന്നതുകൊണ്ടാണ് ടാക്സബിൾ എമൗണ്ട് ആവുന്നത്. സോ ഇത് റിലീഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് എമൗണ്ടും 57,000 സംതിങ് എന്നുള്ള 2019 എമൗണ്ടും 1,54,219 എന്നുള്ള 2020 എമൗണ്ടും അതാത് വർഷങ്ങളിലേക്ക് ആഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സോ അതിനു വേണ്ടി ആദ്യമായി ഈ വർഷത്തെ ടാക്സബിൾ ഇൻകം ഇവിടെ എൻ്റർ ചെയ്യുക. 6,53,000 സംതിങ് ആണ്. സാലറി അരിയർ കൂട്ടിയിട്ടുള്ള എമൗണ്ടാണിത്. ദെൻ അതിനുശേഷം 2 വർഷത്തെ സാലറി അരിയറാണുള്ളത്. സോ നിങ്ങൾ ആ 2 വർഷത്തെയും ടാക്സബിൾ ഇൻകം എത്രയാണെന്നുള്ളത് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടോ അല്ല ഇൻകം ടാക്സ് സൈറ്റിൽ പോയിട്ടോ നോക്കുക. സോ ഇവിടെ 2,82,000 സംതിങ് ആയിരുന്നു 2020-21 ടാക്സബിൾ ഇൻകം. അതുപോലെ 2019 3,14,000 സംതിങ് ആയിരുന്നു. സോ ആക്ച്വലി ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 സാലറി അരിയർ ഈ 3,14,000 കൂടെ ആഡ് ചെയ്യും. 2020-21 സാലറി അരിയർ മുൻപത്തെ ഈ 2,82,040 കൂടെ ആഡ് ചെയ്ത് കിട്ടും. എന്നിട്ട് അതാത് വർഷങ്ങളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അത് ഈ സോഫ്റ്റ്വെയർ തന്നെ ചെയ്യും. ആ ടാക്സ് കാൽക്കുലേഷൻ കാണണമെങ്കിൽ ജസ്റ്റ് ബാക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മാക്രോ ജസ്റ്റ് എനേബിൾ ചെയ്യുക. ടേബിൾ ഓഫ് കാൽക്കുലേഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് എ പോർഷനും ബി പോർഷനും കാണാൻ വേണ്ടി പറ്റും. എ പോർഷൻ എന്ന് പറയുന്നത് ഈ 3 വർഷത്തെയും 21, 20, 2019 3 വർഷത്തെയും ആക്ച്വൽ സാലറി റിസീവ് ചെയ്തത് വെച്ചിട്ടുള്ള ടാക്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് 2021 ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞ സാലറി അരിയർ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. സോ ടാക്സ് ഇവിടെ 44,933 രൂപ ടാക്സ് ആയിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ടാക്സബിൾ അല്ല, എന്നിട്ട് കൂടി ടാക്സ് വരുന്നുണ്ട്. സോ 2020 2019
ടാക്സ് ഇല്ല, ടാക്സ് 0 ആണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ബി പോർഷനിൽ ആക്ച്വൽ ആ 2 സാലറി ഏരിയറും വരേണ്ടത് 20-ലും 19-ലുമാണ്. സോ ആ വരേണ്ട പോർഷൻസ് സാലറിൻ്റെ ടോട്ടൽ പോർഷൻസിൽ നിന്നും, അതായത് 1,54,219 രൂപ 2020-ലേക്ക് ആഡ് ചെയ്യുന്നു. അതുപോലെ രണ്ടാമത്തെ 57,020 രൂപ എന്നുള്ള സാലറി ഏരിയറിലെ പോർഷൻ 2019-ലേക്കും ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതാത് വർഷങ്ങളിലെ ടാക്സ് കാണുന്നു. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ 2021-ൽ, അതായത് ഈ കറണ്ട് വർഷത്തിൽ ടാക്സ് ഇല്ല. ഓക്കെ, സോ ഇനി ടോട്ടൽ ടാക്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മുകളിലുള്ള 44,933 ആണ്. രണ്ടാമത് ടാക്സ് ബി, ആക്ച്വൽ എങ്ങനെയാണോ അരിയർ കിട്ടേണ്ടത് അതിനെ വെച്ചിട്ടുള്ള ടാക്സ് 0 ആണ്. സോ എ മൈനസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, ഇവിടെ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ടാക്സ് എത്രയാണോ വരിക കറണ്ട് ഇയറിൽ, ആ ഫുൾ എമൗണ്ടും ടാക്സ് റിലീഫായിട്ട് കിട്ടും. സോ ഇവിടെ കാണുന്ന എമൗണ്ട് ആണ് റിലീഫ് എമൗണ്ട്. ആ എമൗണ്ട് ആണ് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ലാസ്റ്റ് പോർഷനിൽ വരുന്ന, അതായത് ഡിഡക്ഷനിൽ വരുന്ന ലാസ്റ്റ് റിലീഫ് ഓൺ അരിയർ സാലറി എത്രയാണോ റിലീഫ് കിട്ടുന്നത് ആ എമൗണ്ട് അവിടെ കൊടുക്കുക. ആ എമൗണ്ട് അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് ടാക്സ് റിലീഫ് വന്നിട്ടുണ്ടാവും. ദറ്റ് ഈസ് 44,933. സോ ഇയാളുടെ ടാക്സ് 0 ആയി മാറി. ടാക്സ് റിലീഫ് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഈ കറണ്ട് ഇയറിൽ ഇത്രയും എമൗണ്ട് 44,933 രൂപ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടി വരും. വൺ മോർ തിങ്, നിങ്ങൾ ടാക്സ് റിലീഫ് ചെയ്തു. സോ ടാക്സ് റിലീഫ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയി കിട്ടി. സോ ഇനി ഫയൽ ചെയ്യുന്ന സമയത്ത് നേരത്തെ റിലീഫ് കാൽക്കുലേറ്ററിൽ ചെയ്തപ്പോൾ ഇതാണ് റിലീഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. വൺ മോർ തിങ്, നിങ്ങൾ 10E ഫോം കൂടി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അതിന് മുമ്പേ ആയി 10E ഫോം സബ്മിറ്റ് ചെയ്യുക. 10E ഫോം മീൻസ് സാലറി അറിയർ ഡീറ്റെയിൽസ് ഉള്ള ഫോമാണ്. ഓക്കെ, ആ ഫോം കൂടി സൈൻ ചെയ്ത് കൊടുക്കണം. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ 10E ഫോം ഫയൽ ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ ആക്ച്വൽ ടാക്സ് റിലീഫ് നിങ്ങൾക്ക് കിട്ടില്ല. ഇൻകം ടാക്സ് ടീമിൽ നിന്നും നിങ്ങൾക്ക് നോട്ടീസും അതിനോട് അനുബന്ധിച്ച് ലീഗൽ മൂവ്മെൻറ്റ്സും ഉണ്ടാകുന്നതാണ്. സോ 10E ഫോം ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഓൾ.